ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. യൂണിറ്റ് 2 ഭൂമിയാകുന്നു നാം. അധ്യായം 2 പുളിമാവ് വെട്ടി. ഈ അധ്യായത്തിൽ നമ്മൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇടശ്ശേരി കവിതകൾ എന്ന സമാഹാര ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പുളിമാവ് വെട്ടി എന്ന കവിതയാണ് പഠിക്കുന്നത്. ഈ കവിതയുടെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്കാദ്യം ഈ കവിതയൊന്ന് വായിക്കാം. അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് കവിതയുടെ ആമുഖമായി ചില വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പൂക്കളാകുന്ന ചിരി, കാറ്റാകുന്ന തലോടൽ, പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ. സംവേദനങ്ങൾ എന്നാൽ ഇവിടെ പ്രകൃതി നമ്മോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് പറഞ്ഞിരിക്കുക. പൂക്കളുടെ ചിരിയിലൂടെയും കാറ്റിൻ്റെ തലോടലിലൂടെയുമൊക്കെ പ്രകൃതി നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളെ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ്. ഭൂമിയാകുന്ന അമ്മയുടെ മക്കളാണ് മരങ്ങളും മൃഗങ്ങളും മനുഷ്യനും എല്ലാം. ഇവയിൽ മറ്റുള്ളവയെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയും ഒന്ന് മറ്റൊന്നിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യർമാണ് അവനവൻ്റെ താല്പര്യത്തിനു വേണ്ടി അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്നത്. അവന് തൻ്റെ ലാഭം മാത്രമേ ഉള്ളൂ. പ്രകൃതിയിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നോ അവന് ചിന്തയില്ല. എന്നിട്ടും പ്രകൃതി തൻ്റെ കൈകളാകുന്ന കാറ്റിലൂടെയും തൻ്റെ പുഞ്ചിരിയാകുന്ന പൂക്കളിലൂടെയും മനുഷ്യനുമായി നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കവിത ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ്. പ്രകൃതിയിലെ ഒരു വിഭാഗം മനുഷ്യർ പ്രകൃതിയുമായി അടുത്തിടപഴകി അതിൻ്റെ മാറ്റങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുമ്പോൾ ഒരു വിഭാഗം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ മാത്രം ലാഭത്തെ കരുതി ജീവിക്കുന്നു. ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്ന കവിതയാണ് പുളിമാവ് വെട്ടി. നമുക്കാദ്യം ഈ കവിതയൊന്ന് വായിച്ചു കേൾക്കാം. അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. പുളിമാവ് വെട്ടി. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം, കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി, ഒട്ടുമാവുകളതു കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി, പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിൻ്റെ കരയ്ക്കിതു നിൽപ്പൂ നമ്മുടെ കുടിലിനടയാളം, പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ള വാസം, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം, ഉച്ചയ്ക്കിവിടെയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം, പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാമപശങ്കം, മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥന്നിന്നാവേശം, മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം, പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. കുരുത്ത നാൾ തൊട്ട്
കൂട്ടിന്നോളം തല കുനിച്ചിടാത്തോനീ വൃദ്ധൻ. കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിയിടുന്നു ഭൂചക്രം. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛന്നതു കൈവന്നോട്ടെ. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റേ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമൂടൂട്ടാനില്ലാരും. ഇടശ്ശേരി കവിതകൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇനി നമുക്ക് പാഠഭാഗത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ആദ്യം ഈ കവിതയുടെ പശ്ചാത്തലം എന്താണ് എന്നൊന്ന് ചുരുക്കി പറയാം. അതിനുശേഷം വിശകലനത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒരു വലിയ പുളിമാവ് ഒരു പാടത്തിന്റെ കരയിലായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉടമസ്ഥൻ ധനികനായ ഒരു വ്യക്തിയാണ്. ഈ പുളിമാവ് വർഷങ്ങളായി അവിടെ തന്നെ നിൽക്കുകയാണ്. പടർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്ന ഈ മാവിൻ്റെ ചുവട്ടിലായിട്ട് ഈ ധനികനായ വ്യക്തിയുടെ പറമ്പിലെ പണിയെല്ലാം ചെയ്യുന്ന, അല്ലെങ്കിൽ അയാളുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുടിയാൻ അല്ലെങ്കിൽ ഒരു ആശ്രിതനായിട്ടുള്ള ഒരു മനുഷ്യന്റെ കുടിലുണ്ട്. ഈ മാവ് ഈ കുടിലിൽ താമസിക്കുന്ന ഈ മനുഷ്യനും, അതായത് കർഷകനും അയാളുടെ കുടുംബത്തിനുമൊക്കെ ആശ്രയമായിരുന്നു. നിഴലായിട്ടും കായ്കനികളായിട്ടുമൊക്കെ ആ മാവ് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ വലിയ ഒരു മാവായതുകൊണ്ട് തന്നെ ഇതിന്റെ ചുവട്ടിലേക്ക് കളിക്കാനായി ഒത്തിരി കുട്ടികൾ വരുമായിരുന്നു. കാരണം കുട്ടികൾക്ക് തണലത്തിരുന്ന് കളിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അതിൽ മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതെല്ലാം അവർക്ക് ഭക്ഷിക്കാനും സാധിക്കും. അങ്ങനെ ഈ മാവിനെ ആശ്രയിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ടായിരുന്നു. മാത്രമല്ല പക്ഷികൾ, അണ്ണാൻ കുഞ്ഞുങ്ങൾ, അങ്ങനെ ഒട്ടനേകം ജീവികളും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ മാവിൻ്റെയും ഈ വസ്തുവിൻ്റെയും ഒക്കെ ഉടമസ്ഥനായ ധനികന്റെ അടുത്തേക്ക് കുറച്ച് പേര് വന്ന് പറയുകയാണ്, ഈ മാവിനെ ഞങ്ങൾക്ക് തരണം. എന്തിനാണ്? അത് മുറിച്ച് പലകകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊരു വലിയ തുകയും അതിനു വേണ്ടി അയാളോട് പറയുന്നു. ഇത്രയും വലിയ തുക കിട്ടും എന്ന് കേൾക്കുമ്പോൾ ധനികനായ വ്യക്തി മറ്റൊന്നും ചിന്തിക്കാതെ, എത്രയോ വർഷമായി അവിടെ നിൽക്കുന്ന മാവാണെന്നും അതിനെ ചെറുപ്പം മുതൽ കാണുന്നതാണെന്നും അതിൽ ഒരുപാട് ജീവികളും പക്ഷികളും പാർക്കുന്നുണ്ടെന്നും അതിനെ ആശ്രയിച്ച് തൻ്റെ കുടിയാനായിട്ടുള്ള കർഷകനും കുടുംബവും ഉണ്ടെന്നും അതിൽ കളിക്കാനായി കുട്ടികൾ വരുന്നുണ്ടെന്നും ഒന്നും പരിഗണിക്കാതെ അയാൾ കാശിനു വേണ്ടി മാത്രമായിട്ട് ആ മാവിനെ മുറിച്ചു വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ മാവ് മുറിക്കാനായി ആളുകൾ വരുന്നു. മാവിനെ മുറിച്ച് ഭൂമിയിലേക്ക് തള്ളുന്നു. ഈ സമയത്ത് നമ്മുടെ കർഷകൻ മാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നായി അയവിറക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മാവിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പക്ഷികളോടും ആ മാവിനെ ചുറ്റി പറന്നിരുന്ന കാറ്റിനോടുമൊക്കെ അയാൾ തൻ്റെ സങ്കടവും മാവിനെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ പങ്കുവെക്കുന്നു. പക്ഷെ ധനികന് ഇതൊന്നും പ്രശ്നമല്ല. കാരണം എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം പണമാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഈ മാവ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത് അയാളെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. ഈ മാവിൻ്റെ നഷ്ടപ്പെടലിൽ ദുഃഖിക്കുന്നത് കർഷകനും പിന്നെ ആ കളിക്കാൻ വരുന്ന കുട്ടികളും അവിടെ പാർക്കുന്ന പക്ഷികളും കാറ്റും ഒക്കെയാണ്. ധനികനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കവിതയെ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് വരികൾ ഓരോന്നായി വായിച്ച് അതിൻ്റെ അർത്ഥവും ആശയവും നോക്കാം. ശ്രദ്ധിക്കുക. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളേർക്കൊരു പൂരം. എന്ന് വെച്ചാൽ പുറം പറമ്പിൽ, വിശാലമായ പറമ്പിൽ ഒരു വലിയ മാവ് നിൽക്കുന്നു. ആ മാവ് ആരാൻ പിള്ളേർക്ക്, ആരാൻ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ആ മാവിൻ്റെ ഉടമസ്ഥരല്ലാത്ത നാട്ടിലെ എല്ലാ കുട്ടികളെയും നമുക്ക് ആരാൻ പിള്ളേരെന്ന് പറയാം. അന്യരായിട്ടുള്ള കുട്ടികൾക്ക്, ആ മാവിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോലും ആ മാവ് അവിടെ നിൽക്കുന്നത്
ഒരു ആഘോഷമായിരുന്നു. കാരണം എന്താണ്, അവർക്കതിൻ്റെ ചില്ലകളിലൊക്കെ പിടിച്ച് കയറിയൊക്കെ കളിക്കാം. മാത്രമല്ല മാവിൽ നിന്ന് പഴവും പച്ചമാങ്ങയും ഒക്കെ അവർക്ക് കഴിക്കുകയും ചെയ്യാം. മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. അച്ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മാവ് മുറിക്കുന്നതിനായിട്ടുള്ള അഡ്വാൻസ് തുക ഞാൻ വാങ്ങിക്കഴിഞ്ഞു, ഈ മാവിനെ മുറിച്ചു തള്ളുക, എന്നിട്ട് പലക തീർക്കാൻ പോവുകയാണ് ഇതിൽ എന്ന് ആര് പറയുന്നു? മാവിൻ്റെ ഉടമസ്ഥനായ ധനികൻ വന്ന് ഉത്തരവിട്ടു. ആരാ നോക്കൂ, ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി. അയാൾ ഇങ്ങനെ ഒരു കൽപ്പന കൊടുത്തിട്ട് തൻ്റെ വീട്ടിൽ പോയി വിശ്രമിച്ചു. ഒട്ടുമാവുകൾ അതു കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി. അപ്പോൾ ഈ മാവല്ലാതെ ഇതിന് ചുറ്റുമായിട്ട് വേറെയും മാവുകളുണ്ട്. സാധാരണയായി ഈ ഒട്ടുമാവെന്ന് പറയുന്ന ഹൈബ്രിഡ് മാവുകളെയാണ് ഒട്ടുമാവുകൾ എന്ന് പറയുക. ഇവിടെ നിങ്ങൾ എടുക്കേണ്ടുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ മാവിൻ്റെ അടുത്തായി നിൽക്കുന്ന മറ്റ് മാവുകൾ. എന്ത് ചെയ്തു? അവരിത് കേട്ട് പേടിച്ച്, നാവ് കടിക്കുക എന്ന് പറഞ്ഞാൽ, നാക്ക് കടിക്കുക എന്ന് പറഞ്ഞാൽ പേടിച്ചു നിന്നു എന്ന് വെച്ചാൽ ഈ മാവിന് വന്ന ദുർവിധി ഞങ്ങൾക്കും വന്നേക്കുമോ എന്നോർത്തവർ പേടിച്ച് നിൽപ്പായി. ശ്രദ്ധിക്കുക, പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. എന്താണ്? പച്ചക്കല്ല് വിളഞ്ഞു കിടക്കുന്ന, നമ്മൾ സാധാരണയായിട്ട് മലകളൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാ കാണുക? പച്ചിലകളും ചെടികളും വള്ളികളും ഒക്കെ മൂടി പച്ച നിറത്തിലുള്ള ഒരു ഭൂപ്രദേശമായിട്ടാണ് നമ്മൾ കുന്നിനെ കാണുക. അങ്ങനെയുള്ള കുന്നിനെ ദൂരെ നിന്ന് നോക്കിയാൽ എങ്ങനെയാണോ കാണപ്പെടുന്നത്, ഗിരിശൃംഗം എന്ന് പറഞ്ഞാൽ കുന്നിൻ പുറം, കുന്നിൻ മുകളെന്നൊക്കെ അർത്ഥം. ഇങ്ങനെ പച്ച മൂടിക്കിടക്കുന്ന ഒരു കുന്നുപോലെയാണ് നമ്മുടെ മരത്തെ, മാവിനെ ദൂരെ നിന്ന് നോക്കിയാൽ കാണുക. ഇതെവിടെ നിൽക്കുന്നു? പാടത്തിൻ്റെ കരക്കിത് നിൽപ്പൂ നമ്മുടെ കുടിലിനടയാളം. ഈ കർഷകന്റെ കുടിലിൻ്റെ മേൽവിലാസം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മോട് ആരെങ്കിലും വീട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഇന്ന സ്ഥലത്തിനടുത്താണ്, ഇന്ന കെട്ടിടത്തിനടുത്താണ്, അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ, സ്കൂളിൻ്റെ ഒക്കെ അടുത്താണ് എൻ്റെ വീടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർഷകന്റെ വീട് എവിടെയാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അയാൾ അടയാളമായി പറഞ്ഞു കൊടുത്തിരുന്ന ഒന്നാണ് ഈ മാവ്. അപ്പോൾ അയാളുടെ കുടിലിൻ്റെ അഡ്രസ് അല്ലെങ്കിൽ വിലാസം കൂടിയാണ് ഈ മാവ്. പൂത്തു നിൽക്കുന്ന അളവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം. എന്താണ്? ഈ മാവ് ഒരു സീസൺ ആവുമ്പോൾ പൂക്കാറുണ്ട്. നിറയെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് മാമ്പൂവിൻ്റെ മണമൊക്കെ അറിഞ്ഞിട്ട് അതിലേക്ക് ആര് താമസിക്കാൻ വരുമെന്നാണ് പറയുന്നത്? ദേവന്മാർ, ആ സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാർ പോലും ആ സമയത്ത് ഈ മാവിലേക്ക് താമസത്തിനായിട്ട് വരും. പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർതൻ പൊഴിയും മൃദുഹാസം. പ്രഭാതത്തിൽ ഏതു മരത്തിൻ്റെ, മാവിൻ്റെ മാത്രമല്ല ഇടതൂർന്ന ഇലകളുള്ള ഏത് മരത്തിൻ്റെ താഴെ നമ്മൾ നിന്നാലും അതിൻ്റെ ഇലകൾക്കിടയിലൂടെയും ശിഖരങ്ങൾക്കിടയിലൂടെയും ഒക്കെ പ്രഭാതത്തിലെ സൂര്യരശ്മി അരിച്ചരിച്ചിറങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ സൂര്യരശ്മിയെ ദേവന്മാരുടെ മൃദുഹാസമായിട്ട്, അവർ ചിരിക്കുന്ന അവരുടെ ചിരിയുടെ പ്രകാശമായിട്ടാണ് കർഷകൻ ഇവിടെ കാണുന്നത്. ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം. അകളങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? കളങ്കമില്ലാത്ത അവരുടെ പേച്ചുകൾ. പേച്ചെന്ന് പറഞ്ഞാൽ എന്താ? സംസാരം എന്നർത്ഥം. ഉച്ചയ്ക്ക് ആ കുടിലിൻ്റെ മുൻപിൽ, അതായത് ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ടിരുന്നാൽ അവർ സംസാരിക്കുന്നത്, കളങ്കമില്ലാതെ അവർ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞു പാടത്തിൻ്റെ കരയ്ക്കാണ് ഈ മാവ് നിൽക്കുന്നത്. അപ്പോൾ പാടത്തിൽ നിന്നുള്ള കാറ്റ് വന്ന് മാവിൻ്റെ ഇലകളിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് ഇവിടെ ദേവന്മാരുടെ പേച്ചുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. പൂത്തു നിൽക്കുന്ന സമയത്ത് മാവിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭവും ഒക്കെ അറിഞ്ഞിട്ട് അതിലേക്ക് ദേവന്മാർ എന്ത് ചെയ്യുന്നു? താമസിക്കാനായിട്ട് വരുന്നു. അങ്ങനെ വന്നിരിക്കുന്ന ഈ ദേവന്മാരുടെ പുഞ്ചിരിയാണത്രേ പ്രഭാതങ്ങളിൽ മാവിൻ്റെ ശിഖരങ്ങൾക്കിടയിലൂടെ അരിച്ചരിച്ച് താഴേക്ക് വരുന്ന സൂര്യരശ്മി. അപ്പോൾ അങ്ങനെ വരുന്ന ഇളവയിൽ ദേവന്മാരുടെ പുഞ്ചിരിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഉച്ച സമയത്ത് വയലിൽ നിന്ന് മാവിൻ്റെ ശിഖരങ്ങളിലേക്ക്, ഇലകളിലേക്ക് അടിക്കുന്ന കാറ്റ് കാരണം മാവിലകൾ ശബ്ദമുണ്ടാക്കുന്നത് ദേവന്മാരുടെ പേച്ചുകൾ, പേച്ചെന്ന് വെച്ചാൽ സംസാരം, കളങ്കമില്ലാത്ത സംസാരമായിട്ടാണ് കർഷകന് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ മാവിനോട് കർഷകനുള്ള ബഹുമാനത്തെയും
ആദരവിനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കുക. പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാം അപശങ്കം. എന്താണ്? പിച്ച നടന്ന നാൾ മുതൽക്ക്, അതായത് ഈ കർഷകൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഈ മാവിൻ്റെ ചുവട്ടിലാണ്. അങ്ങനെയുള്ളപ്പോൾ അന്നു മുതൽക്ക് തന്നെ ഈ ദേവന്മാരുടെ സംസാരത്തിൻ്റെയും ചിരിയുടെയും ഒക്കെ അർത്ഥം അറിഞ്ഞവനാണ് കർഷകൻ. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ നിന്നാവേശം. അങ്ങനെയുള്ള ജനിച്ച നാൾ മുതൽ കാണുന്ന ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ മാവിനെ നിസ്സാര പൈസയ്ക്ക് വേണ്ടി മുറിച്ചു തള്ളി പലകകളാക്കാനാണ് ഉടമസ്ഥന് ഇന്ന് ആവേശം. മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്കു കരയാൻ അവകാശം. മറുത്ത് എതിരായിട്ട്, ഉടമസ്ഥന്റെ തീരുമാനത്തിന് എതിരായിട്ട് സംസാരിക്കാൻ ആർക്ക് കഴിയില്ല? കർഷകനോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് അടിയാന്മാർക്കോ കഴിയില്ല. കാരണം അയാളാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥൻ, അയാളുടേതാണ് ഈ മാവ്. ആകെ നമുക്ക് എന്തുമാത്രമാണ് കഴിയുക? കരയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ. കർഷകൻ മാവിനെ മുറിക്കുന്ന സമയത്ത് അതിലെ താമസക്കാരായ പക്ഷികളോട് പറയുകയാണ്, പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, നിങ്ങൾക്ക് എന്തുമാത്രമേ ഇവിടെ സ്വന്തമായുള്ളൂ? ഈ മാവിൻ്റേതായിട്ടുള്ള തണലു മാത്രമാണ്, അതിൻ്റെ നിഴൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു മരത്തിൽ പോയി നിങ്ങൾ പാർത്താലും ആ മരത്തിൻ്റെ തണൽ നിങ്ങൾക്ക് സ്വന്തമായി അവകാശപ്പെടാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റേതെങ്കിലും ഒരു മരത്തിൻ്റെ പച്ചത്തണലിലേക്ക് പറന്നു പോയിക്കൊള്ളുക എന്ന് പറവകളോട്, പറവ എന്ന് വെച്ചാൽ എന്താണ്? പക്ഷികളോട് പറയുകയാണ്. പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ, കുടിപാർക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താമസിക്കാൻ നിങ്ങൾക്കാരും പട്ടയം തന്നിട്ടില്ലല്ലോ. പട്ടയം എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടയം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ അവകാശമാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ആരും ഈ വസ്തുവിൻ്റെ അവകാശം അല്ലെങ്കിൽ ഈ മാവിൻ്റെ അവകാശം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ആർക്കു മാത്രമാണ് അവകാശമുള്ളത്? ഉടമയ്ക്ക് മാത്രമാണ് അവകാശമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ട് ഒഴിഞ്ഞ് പൊയ്ക്കൊള്ളുക. കുരുത്ത നാൾ തൊട്ട് ഇന്നോളം തല കുനിച്ചിടാത്തോൻ ഈ വൃദ്ധൻ. ആരാണ് ഇവിടുത്തെ വൃദ്ധൻ? നമ്മുടെ മാവാണ്. ജനിച്ച നാൾ മുതൽ ഈ മാവ് എങ്ങും ചരിയാതെയും ചായാതെയും നിവർന്ന് വളർന്നവനാണ്. അത്രമാത്രം കരുത്തുറ്റതാണ് ഈ മാവ് എന്ന് അർത്ഥം. കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിയിടുന്നു ഭൂചക്രം. ഈ ഭൂമിയിലുള്ള മരങ്ങളും ചെടികളും ഒക്കെ ആരുടെ മക്കളാണ്? ഭൂമിയുടെ മക്കളാണല്ലേ. പ്രകൃതി തന്നെ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ഭൂമിയുടെ മക്കളാണ്. അങ്ങനെയുള്ള തൻ്റെ മക്കളിൽ ഒരാളായിട്ടുള്ള മാവ് കൂറ്റൻ മഴുവേറ്റ് താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ആര് കുലുങ്ങി? ഭൂമി കുലുങ്ങി. സ്വന്തം മാറത്തമ്മ മഹിക്കെരി തീക്കനൽ വീണാൽ വീണോട്ടെ. ശ്രദ്ധിക്കൂ. സ്വന്തം മാറത്ത് അമ്മ മഹിക്കെരി, അമ്മയ്ക്ക്. എന്താണ്? സ്വന്തം മാറത്ത് അമ്മ മഹി. അമ്മ മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയാകുന്ന അമ്മ. ഭൂമിയാകുന്ന അമ്മയാണ് അമ്മ മഹി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭൂമിയാകുന്ന അമ്മയ്ക്ക്, അമ്മയുടെ നെഞ്ചിലേക്ക് എരികനൽ, എരിതീക്കനൽ വീണാലും വീണോട്ടെ. എന്തിരുമേറെ കാമ്യം പണമേ തുച്ഛന് അത് കൈ വന്നോട്ടെ. എന്തിലും ഏറെ കാമ്യം, കാമിക്കുക, ആഗ്രഹിക്കുക, എന്തിലും ഇമ്പോർട്ടൻ്റ് ആണ് പൈസ എന്ന് കരുതുന്ന ഉടമസ്ഥന് അത് കിട്ടുന്നെങ്കിൽ, തുച്ഛൻ നിസ്സാരൻ, ഭൂമിയുടെ മഹത്വം മനസ്സിലാക്കാത്ത, പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കാത്ത നിസ്സാരനായിട്ടുള്ള ഉടമയ്ക്ക് പണം കിട്ടുമെങ്കിൽ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛൻ അതു കൈ വന്നോട്ടെ. എന്തിലുമേറെ പണത്തെ ആഗ്രഹിക്കുന്ന നിസ്സാരനായ ഉടമയ്ക്ക് അത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛൻ അതു കൈ വന്നോട്ടെ. എന്താണ്? സ്വന്തം മാറത്ത് അമ്മ, ഭൂമിയാകുന്ന അമ്മയ്ക്ക്, അമ്മയുടെ മാറിലേക്ക് തീക്കനൽ കോരി വീഴ്ത്തുന്നത് പോലെയാണ് മരത്തെ മുറിച്ചു തള്ളുന്നത്. അമ്മയ്ക്ക് അങ്ങനെ തീക്കനൽ കോരി വീഴുന്ന അനുഭവം ഉണ്ടാകുന്നെങ്കിലും സാരമില്ല. തുച്ഛനായിട്ടുള്ള ഉടമസ്ഥൻ എന്ത് കിട്ടിയാൽ മതി? പണം മാത്രം
കിട്ടിയാൽ മതി. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. എന്താണ്? മാവിന്റെ സുഹൃത്തായിട്ട് ഇവിടെ ആരെയാ പറഞ്ഞിരിക്കുന്നത്? പാലക്കാടൻ കുളിർകാറ്റിനെ. ഈ മാവിനെ അന്വേഷിച്ച് അകലെ നിന്നും പൂങ്കുലയുമായി വന്നിരിക്കുകയാണ് പാലക്കാടൻ കുളിർകാറ്റ്. കാറ്റ് എന്നും ഇങ്ങനെ ആര് തിരക്കി വരാറുണ്ട്? മാവിനെ തിരക്കി എന്നും വരാറുണ്ട്. വർഷങ്ങളായി അത് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള കാറ്റ് അവിടെ എത്തിയപ്പോൾ ആരെ കാണുന്നില്ല? മാവിനെ കാണുന്നില്ല. എങ്കിൽ നീ ഞങ്ങളോട്, എന്താണ്, നിസ്സഹായരായ കർഷകരോടും മാവിലെ മറ്റ് ജീവികളോടുമൊന്നും എവിടെയാണ് നിന്റെ ചിരന്തന ബന്ധു, നിന്റെ ദീർഘകാലത്തെ ബന്ധുവിനെ, നിന്റെ മുജ്ജന്മത്തിലുമൊക്കെ ബന്ധമുള്ള, ചിരന്തനം നിന്റെ മുൻജന്മങ്ങളിലുമൊക്കെ നിനക്ക് ബന്ധമുള്ള നിന്റെ കൂട്ടുകാരനെ ഞങ്ങളോട് അന്വേഷിക്കരുത്. കാരണം ഞങ്ങൾക്കതിനുള്ള ഉത്തരം പറയാൻ ആവതില്ല. ഉടമയാണ് തീരുമാനിച്ചത് മാവിനെ മുറിച്ചു കളയാൻ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനിൽ ഇനിയാരും. എങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മാവ് പൂത്ത് നിൽക്കുന്ന സമയത്ത് കാറ്റ് വീശുമ്പോൾ മാമ്പൂക്കൾ ഇങ്ങനെ താഴേക്ക് പൊഴിഞ്ഞു വീഴും. ഇതിനെ എങ്ങനെയാണ് കർഷകൻ കാണുന്നത്? പൂത്തിരി കത്തിച്ച് അതിൻ്റെ കിരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തരികൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് പോലെയാണ് കർഷകൻ അത് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് എന്നും പൂത്തിരി കത്തിച്ച് സന്തോഷമുണ്ടാക്കാനും, പിന്നെ പൂന്തേൻ കൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പിന്നെ പൂന്തേൻ ഊട്ടി എന്ന് വെച്ചാൽ ആ പൂക്കളും പിന്നെ അതിൽ നിന്നുള്ള പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ എനിക്ക് തന്ന് എന്നെ ഊട്ടി എൻ്റെ വിശപ്പടക്കാനും ഇനി ആരുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും എൻ്റെ ജീവിതത്തിൻ്റെ അന്നവുമൊക്കെയാണ്, ആശ്രയവുമൊക്കെയാണ് ഈ മാവ് പോയതോടുകൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇത് ഒരു മാവ് മുറിക്കുമ്പോൾ ഒരു കർഷകൻ ഉണ്ടാകുന്ന വിഷമം, അയാൾ ആ പ്രകൃതിയോട് ചേർന്ന് നിന്ന് വീക്ഷിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ കവിതയിൽ 2 തരം മനുഷ്യരാണുള്ളത്. ഒന്ന്, പ്രകൃതിയോടിണങ്ങി ജീവിക്കാത്ത, പ്രകൃതിയെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി. മറ്റൊന്ന്, പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന ദരിദ്രനായിട്ടുള്ള കർഷകൻ. ഇതിൽ സമ്പന്നനായ വ്യക്തിക്ക് തൻ്റെ പണത്തിലും നേട്ടത്തിലും മാത്രമേ നോട്ടമുള്ളൂ. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് അയാൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർഷകനാകട്ടെ ആ ഭൂമിയുടെ മേൽ അവകാശവുമില്ല. അപ്പോൾ ഭൂമിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയുടെ മേൽ അവകാശമില്ലാതെ പോവുകയും സ്വന്തമായി ഭൂമിയുള്ള മനുഷ്യർ ഭൂമിയെ ചൂഷണം ചെയ്ത്, പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് ഈ പാഠഭാഗത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളാണ് വരുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.